ഓണാക്കിയോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പൊറോട്ടയാണ് സംഭവം. ഒരു തവണ ഇതിനു മുന്നേ ആക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്ത് വിചാരിച്ചു, ഒരു ദിവസം നമുക്ക് വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലുള്ള കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഒരു തവണ ഉണ്ടാക്കി നോക്കി. പക്ഷെ സംഭവം ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ കാണാനുണ്ടായിനി. പക്ഷെ കഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ് കുറച്ച് കുറവാണ്. അപ്പോൾ അത് ആടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് മതിയാക്കി. പക്ഷെ ഇപ്പോൾ ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ട്, എന്നാലും ഒരു പേടിയുണ്ട് അത്രേ. എല്ലാവർക്കും പുറത്തിറങ്ങിയിട്ട് കഴിക്കാനുള്ള ഒരു പേടിയുണ്ട് അത്രേ. അതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു വഴി. അപ്പോൾ ആദ്യം വീഡിയോസൊക്കെ നോക്കി കുറേ വീഡിയോസ് കണ്ട് അതൊക്കെ ക്രോഡീകരിച്ചിട്ട് ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, ഉണ്ടാക്കി നോക്കാം. സക്സസ് ആയെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്തോ, ആയിട്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ. അപ്പോൾ ആ ഒരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഉള്ള മൈദ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല, നമുക്ക് കുറച്ച് പൊടിയൊക്കെ ആവശ്യമുണ്ട് വിതറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മൈദ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ഉണ്ട്. ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് നെയ്യും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ഒഴിക്കണം. ആദ്യം തന്നെ നല്ലോണം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും, അത് ലൂസായി പോവും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊറോട്ടയൊക്കെ കുഴക്കുമ്പം ഈ കുഴക്കുന്ന സ്റ്റെപ്പിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടിയാൽ നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടും. അപ്പോൾ ഫസ്റ്റ് കുഴക്കാൻ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിൽ മൈദയെല്ലാം ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് പാടായിരിക്കും. പക്ഷേ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറേ സമയം ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് കുഴക്കാം. ഈ പൊറോട്ടയൊന്നും നമുക്ക് എത്ര ആരോഗ്യത്തിന് ഗുണമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഈ പൊറോട്ട ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുണമുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് എപ്പോഴും കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. പിന്നെ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതാ ഏകദേശം കുഴച്ച് ഈ ഒരു രൂപത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുഴ അവസാനിപ്പിക്കാനായിട്ടില്ല, കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ജഗ്ഗിനാണ് വെള്ളം എടുത്തത്. ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു 1/4 ഭാഗം മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്കിനി ഈ മാവ് ഒരു സർഫസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടേബിൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ അതിൽ ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടി വിതറി കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മൈദ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സർഫസിൽ വിതറി കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്ത് വെക്കുക. മാവ് എടുത്തിട്ട് സർഫസിലേക്ക് വെക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വലിച്ച് കുഴച്ചെടുക്കണം. കുഴക്കുമ്പോൾ നിങ്ങളിങ്ങനെ വലിച്ച് കുഴക്കുക, അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാൻ പറ്റും. ഇടയ്ക്ക് സർഫസിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് മാവൊന്ന് ജസ്റ്റ് ഉരുട്ടി കൊടുത്താൽ മതി, അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ കുഴച്ച് കുറേ നേരം കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കുഴച്ചിട്ടുണ്ടാവും. മതിയും തോന്നുന്നു, കുറച്ച് ക്ഷീണം പിടിച്ചു. അപ്പം നമ്മൾ കുഴച്ചിതാ ഈ ഒരു പരുവത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ച സംഭവമില്ലേ, ഇതന്നെയാണ് നമ്മൾ ഇനി മൊത്തം യൂസ് ചെയ്യുന്നത്. എപ്പോൾ നെയ്യ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ മിക്സ് കുറച്ചൊന്ന് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഇനി ഇത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്യുക. 1 മണിക്കൂർ മിനിമം കവർ ചെയ്യണം. ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനി നമ്മൾ ഒരു മണിക്കൂർ മിനിമം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നല്ലതാണ്. 1.5 മണിക്കൂർ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മിനിമം എന്തായാലും 1 മണിക്കൂർ വേണം. അപ്പോൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്ത് നോക്കാം.
ആ 1 മണിക്കൂർ സമയം കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് പൊറോട്ട കുഴച്ചിട്ടുള്ള ക്ഷീണം മാറ്റാനുള്ള സമയം കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു 1.25 മണിക്കൂർ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ സമയം. വൈകുന്നേരം ആവാനായി. അപ്പോൾ മഴയെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാറ് വന്നാൽ പിന്നെ ലൈറ്റിന് പ്രോബ്ലം ആവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണിയും കൂടെ തീരുമല്ലോ. കുറേ നേരം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഒരു 1.25 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. മാവ് ഇതാ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കാം. ബോൾസ് ആക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇത് അടിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇതാ ഇതേപോലെയുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒന്നിങ്ങനെ അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ബോളായിട്ട് കിട്ടും. ഇത് കുറച്ച് ബോൾസ് ആവുമ്പോൾ ഇത് ഡ്രൈ ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ കുറച്ച് എണ്ണയും ഈ നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിന് മുകളിലൊക്കെ ആക്കി കൊടുക്കണം. തീരെ ഡ്രൈ ആവാൻ വേണ്ടി വിടാൻ പാടില്ല. ഇത് പരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ നനഞ്ഞ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ നെയ്യ് തൂക്കി കൊടുക്കാൻ മറക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതും കൂടെ എടുത്ത് വെച്ച് അടച്ചു വെക്കണം. നമ്മളപ്പോൾ 1/2 കിലോ മൈദയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 12 പൊറോട്ട നമുക്ക് കിട്ടും. ഒരു 12 ബോൾസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് നല്ലോണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നെയ്യ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ മൂടി വെച്ചിരുന്ന നനഞ്ഞ തുണി എടുത്തിട്ട് ഇത് മൂടി വെക്കുക. ഒരു 20 മിനിറ്റോളം ഇത് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നമുക്ക് നല്ലോണം പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പരത്താൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോൾ വെക്കുക. നെയ്യ് നല്ലവണ്ണം തൂക്കി കൊടുക്കണം. പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പരന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഇതിലേ കാണുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വരകൾ ഇട്ടിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇത് അടുപ്പിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു മിഡിൽ പോർഷനിലെത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്തി കൊടുക്കുക. ഇതാ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ചുറ്റിയെടുക്കണം. ഒരു സൈഡിൽ നിന്ന് മെല്ലെ ചുറ്റിക്കൊടുക്കുക. ഇങ്ങനെ ഫുള്ള് ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരറ്റം ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ വീണ്ടും കുറച്ച് എണ്ണ തൂക്കി കൊടുത്തിട്ട് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് തൂക്കി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഡ്രൈ ആവാൻ വിടാൻ പാടില്ല. നനഞ്ഞ തുണി വെച്ച് മൂടി വെക്കുക.
ഇനി നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കണം. ഒന്നുകൂടെ കാണിക്കാം. കുറച്ച് എണ്ണ തടവി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് നേരത്തെ പോലെ കട്ട് ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഉന്തി കൊടുക്കുക. മിഡിൽ പോർഷനിലെത്തുമ്പോൾ ഈ സൈഡിൽ നിന്നും ഉന്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് വലിച്ചു കൊടുത്ത് ചുരുട്ടിയെടുക്കുക. എൻഡ് വരുന്നത് തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ചുരുട്ടിയെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് ഒരു 2-3 കഴിയുമ്പോൾ ആ ഓൾറെഡി ചുരുട്ടി വെച്ചതിനൊക്കെ നെയ്യ് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിയും തോറും ഇടയ്ക്കിടയ്ക്കൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ 12 ബോൾസും ഇതുപോലെ കട്ട് ചെയ്ത് ചുരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ നമ്മൾ അടിപൊളി പൊറോട്ട ആയിരിക്കും എന്ന് വിചാരിക്കുക. പൊറോട്ട റെഡിയാവും. നമ്മളിത് പരത്തി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചുരുട്ടി വെച്ചത് വേണം ഫസ്റ്റ് ഒന്ന് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ചുരുട്ടിയതിന് കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഫസ്റ്റ് എടുത്തിട്ട് പരത്തുക, ഒരു 3 ചുട്ടെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ ലെയറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആവുക. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചുരുട്ടിയെടുത്തതാണിത്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുക. കയ്യിൽ നന്നായിട്ട് എണ്ണ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം നേർത്തതാവണ്ട. നമ്മൾ പൊറോട്ടയ്ക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പൊറോട്ടയുടെ സൈസ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് തടിയിൽ തന്നെ നിന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 ഇതുപോലെ ജസ്റ്റ് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ തുണി മൂടി വെച്ചിട്ടാണുള്ളത്. ഇത് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം കുറച്ച് നേരം സമയം എടുക്കും. അത് ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിടുക. അങ്ങനെ തിരിച്ചു മറിച്ചിടുക. ഒരു ബ്രൗൺ കളർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. വ്ളോഗ് സ്റ്റൈലിൽ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷെ നല്ല മഴ വന്നു. അപ്പോൾ ലൈറ്റും കുറഞ്ഞു. അതുകൊണ്ട് ബാക്കി ലൈവ് റെക്കോർഡിംഗ് ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 4-5 എണ്ണമൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ലെയറൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു 4-5 എണ്ണം ചുട്ടെടുത്തിട്ട് നന്നായിട്ട് അടിക്കുക. ഓരോന്ന് ചുട്ടിട്ടും അത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ചൂട് പോകാൻ പാടില്ല. നമുക്ക് ചൂടോടുകൂടി അടിച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്ന് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം 5 എണ്ണം ആകുമ്പോൾ അടിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ലെയറൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, അത്യാവശ്യം സോഫ്റ്റൊക്കെ ഉണ്ട് പൊറോട്ട. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സക്സസ് ആയെങ്കിൽ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക. നല്ലവണ്ണം നെയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് നെയ്യുടെ ടേസ്റ്റ് നന്നായിട്ട് വരുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. നെയ്യുടെ ടേസ്റ്റൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.